അങ്ങനെ നമ്മുടെ നാസിയാണ് അത്തപ്പൂക്കളെ അല്ല അത്തപ്പൂക്കളം വരയ്ക്കാൻ. ആ പൂക്കളാണെങ്കിലും പൂക്കളാണെങ്കിലും എന്തല്ല. നീ ആദ്യം പൂക്കളം വരച്ചാണ്. എന്റെ മുന്നിന്റെ കാര്യം ഇവിടെയാണ് ഗൈസ്. പുറകിൽ എവിടെയാണ് ഗൈസ് കര? ആ പുറകിൽ കരയുണ്ട് വേണ്ട, കണ്ടില്ലേ? പുറകിൽ കരയുണ്ട് വേണ്ട. എന്താണ് തിരിഞ്ഞാണ് ചേണ്ടില്ലേ കരയുണ്ട് വേണ്ട. ഇയാള് വരയ്ക്കാൻ നോക്കിപ്പോ അങ്ങോട്ട്. അറിയാൻ വയ്യെങ്കിൽ വെച്ചിട്ട് പോകും. ഇവിടെ ആൾക്കാരുണ്ട് വരയ്ക്കാനായിട്ട്. സൂപ്പർ സ്റ്റാർ ബിനോയ്. വീഡിയോക്കകത്ത് വേണ്ട. അത് ഒത്തിരി വലുതായി പോകും, ഒത്തിരി വലുതായി പോകും. വലിച്ചു വരാ. വരയ്ക്കാന്ന് പറഞ്ഞ ഒരുത്തം വന്നതാ. വരയ്ക്കുന്ന ആൾക്ക് സഹായിക്കാൻ വേണ്ടി ഇപ്പൊ വേറെ ആള് വേണ്ടി വന്നു. നിനക്ക് സത്യത്തിൽ വരയ്ക്കാൻ അറിയാമോ? ഇത്ര വലുതാണോ? ആ ബാക്കി നമുക്ക് കളറിലേക്ക് സപ്പോർട്ട് ചെയ്യണം. അങ്ങനല്ല, അത് അങ്ങനല്ല. അങ്ങനല്ലടാ, ഇങ്ങനല്ല. മോഡലെടുക്ക്. ഷെമിയുടെ ഫേസ് ക്ലോസപ്പിൽ കിട്ടി. ക്ലോസപ്പ് എന്ന് പറഞ്ഞത് നിനക്ക് അക്ഷരമേ അറിയത്തില്ലേ? നീ പ്ലസ് ടു തോറ്റുമ്പോ ഇംഗ്ലീഷ് മറന്നോ? പ്ലസ് ടു പോയിട്ടില്ലല്ലോ. വേണ്ട, എനിക്ക് ആവശ്യമില്ല. പഠിക്കാൻ വിട്ട് വന്നിട്ട് പഠിക്കണം. വല്ല പെണ്ണുങ്ങളെ പ്രണയിച്ച് നടന്നപ്പോ ആലോചിക്കണമായിരുന്നു. നടുക്കൂടെ ഒരു ചെറിയ വട്ടം വരയ്ക്കും. മുണ്ടു തൽക്കാലം ഊരി വെച്ചിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുന്ന മൈക്ക് പിടിച്ചോ. കൗണ്ടർ അടിക്കണ്ടേ? ഷെമി പടം കാണിച്ചു കൊടുക്കുകയാണ് വരയ്ക്കേണ്ടത്. ബിനോയ് വെടലത്തരം കാണിച്ചാൽ ഞാൻ ഇപ്പൊ ഓടിക്കും. കര കണ്ടോ? ഞാൻ കണ്ടു. ഇനി എന്താടാ അതിന് ഡാനിയുടെ കര പോളെ. ഇത് കര എടുക്കാത്ത രീതിയിലുള്ള കറക്കമാണ് ബിനോയെ കാണുന്നത്. നീ നോക്കിക്കോളാ. കൈകൾ ഇടറുന്നു, കാലുകൾ ഇടറുന്നു. എന്തുകൂടാ അത്? വട്ടമാണോ മുട്ടയുടെ ഉണ്ണിയോ? മുട്ടയുടെ ഉണ്ണി. ഇത്രയല്ലേ ഉള്ളു. ഇന്നത് പച്ചില വെച്ചിട്ടേ ചിലപ്പോ പച്ചില വേണ്ടി വരും. മഞ്ഞ കളറിലുള്ള പച്ചില വെച്ചാൽ നോക്കിയിട്ട് വെച്ചാൽ മതി. ഈ റൗണ്ട് ഒന്നും കൂടെ ക്ലിയർ ആക്കണം. ചോടാ അവന്റെ ഇല വരച്ച് വെച്ചൊക്കെ നോക്കിയേ. ഈ ഇല വിനോദല്ലേ? ഇത് ഞാൻ വെച്ചല്ല, ഇത് നീ വരച്ചല്ലയാ. ഇതോ? ഞാൻ ഇതിങ്ങനെ പൊക്കി എടുത്ത് എറിയുന്നതായിട്ട് എടുക്കട്ടെ. അങ്ങനെ നമ്മൾ 2024 അത്തപ്പൂക്കളം ഇട്ട് തുടങ്ങാനായിട്ട് പോവുകയാണ്. 2023 ഓണം ഇല്ലായിരുന്നു. ഓണത്തിന് ഞാൻ പൂക്കളം ഇട്ടില്ലായിരുന്നു. ഇവര് വന്നപ്പോഴത്തേനും ഞങ്ങൾ ഇട്ട് കഴിഞ്ഞായിരുന്നു. പറന്നു പോയാലും ഇപ്പൊ കുറച്ച് പറന്നു പോയ കേസ്. അതിനെടുത്തരാം. ആ ജമന്തി, വലിയൊരു ജമന്തി ഇരിക്കുന്നില്ലേ? ഞാനിവിടെ വരയ്ക്കുന്നുണ്ടാ നിങ്ങളൊക്കെ? ജനെന്ത് വരച്ചു? എല്ലാം വരച്ചു തന്നപ്പോ ഞാൻ കഷ്ടപ്പെട്ട് വരയ്ക്കുന്നത്. ഇവനാണ് പൂ അതിന് പുറത്തോടെ ചെയ്തല്ലേ? മാറ്. ഇപ്പോഴാണ് അത്തപ്പൂക്കളത്തിന് ഒരു ഗുമ്മ വന്നത്. ഒന്ന രീതിയിലിടും. അത് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ്. അതിനകത്തോട്ട് അരിച്ചാണെങ്കിൽ പൂക്കളത്തിനകത്ത് ഇടാനല്ല പറഞ്ഞു, അങ്ങോട്ട് എടുത്തിടാൻ. നമുക്ക് ഇങ്ങനെ കുളിക്കാൻ അവ പൂവിട്. ഒരു മൈൽഡായിട്ട് ഇട്ടാ മതിയെ, വലിച്ചു ഇടാറുണ്ട്. എല്ലായിടത്തും എന്റെ കണ്ണ് തന്നെ എത്തണമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ണെറ്റണമെന്നല്ല,
കണ്ണെത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് കണ്ണെത്തുന്ന കാര്യത്തുന്ന അത് ഞാനാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചോണ്ട് അങ്ങനെ ഇതായി അതാ വിദ്യാഭ്യാസം അങ്ങനെ ആക്കരുത് കൈ കൊണ്ട് അങ്ങനെ ആക്കരുത്. ഇങ്ങോട്ട് പറക്കി വായി നോക്കി കയ്യിലല്ലേ ഇരിക്കുന്നത്, പറക്കിട്ടൂടെ? നീ എന്തോ ഒരു കൈ മുണ്ട് ഒരു ഇത് ഇന്നെക്കാട്ടി കഷ്ടമാണല്ലോ ഇത്. അങ്ങനെയല്ലടാ ഇടേണ്ടത്, പിന്നെ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. എല്ലാം കിടക്കട്ടെ. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇതങ്ങോട്ട് പോയി അടുത്ത കളർ നമ്മുടെ ഗ്രീൻ എടുക്കാം, എടുത്തോണ്ട് പോയി. ഞാൻ തന്നെ എടുത്തോണ്ട് വരണം. അല്ല പിന്നെ ഞാൻ പോവാ, കഷ്ടപ്പെടുന്നത് ഞാന് ചോറുണ്ടോ ഇയാളോ? ആര് കഷ്ടപ്പെട്ട്? അല്ലാതെ ബാക്കിൽ കരയുള്ള മുണ്ടുമായിട്ട് ബിരിയാണി ലെവലേ അവിടെ അല്ലടാ, വര ലെവല് ചെയ്യാന്. ഇതേ മരയോണ്ട് നീ എന്ത് ചെയ്യുന്നത്? നീ ചെയ്തു വെക്കുന്നത് വരയോ? ഞാൻ വരക്കത്തില്ല നമ്മൾ ഇട്ടേക്കുന്ന, അപ്പുറത്ത് ഇട്ട് പോത്തേ ഉള്ളു നമ്മള്. ഇടം മരം കൊണ്ട് വരയാണ് വരയ്ക്കേണ്ടത്, ഇങ്ങനെയല്ല ഇടേണ്ടത്. എല്ലായിടത്തും ഞാൻ തന്നെ വരണം വിചാരിച്ചു, എന്ത് ചെയ്യാനായിട്ടാ? എന്താണ് ഒരു വീട്ടിൽ പെണ്ണുങ്ങൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല. ശരി, അതാ നേക്കെ നിന്നെ ഞാൻ കൂട്ടിയത് കൂടെ. പെണ്ണില്ലാത്തോണ്ടാ ഞാൻ നിന്നെ വാടക്കടാ ഇതൊന്നുമില്ല വലിയ കടവിന്. എടാ നിങ്ങൾ വാരി വലിച്ചത് സത്യത്തിൽ ഇടാറിയാവോ? ഇല്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്ന. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കൂടിപ്പോവും, അങ്ങനെ ഇടരുത്, അങ്ങനെ ചെയ്യണ്ടടാ. അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, പൂവ് അമങ്ങിപ്പോവും. തട്ടിപ്പോയി നോക്കിയാ ഇയാളെന്തിനാ അത് നോക്കാൻ ചെയ്യാണ്ടെങ്കിൽ മേലെ തൊട്ടില്ല. ശരി, എന്തോ കൈക്ക് വിറയല്ലോ ഉണ്ടോ? ഉണ്ട്, ഉണ്ടെങ്കിൽ കമ്പി എടുത്ത് നോക്കി. പൂ കുറച്ച് കുറവായോണ്ട് നമ്മൾ ഇച്ചിരി അല്പത്തരം കാണിച്ചിടുന്ന കേട്ടോ, ആരൊന്നും വിചാരിക്കില്ല. അല്പനാട്ടില് കുറവ് പിടിക്കും. എന്തോ അല്പനാട്ടില് അങ്ങനല്ല അല്പൻ അർദ്ധരാത്രിയിലും കൊട പിടിക്കൂല. അതാരാ? മൊണ്ണേഷ് കുമാറാണോ പറയാ? അല്ലല്ല, രഘു നമ്മളെ എഗ്രിമെന്റ് ഉണ്ട്. ഇല്ല, ഒരു എഗ്രിമെന്റ് ഞാൻ വെച്ചിട്ടില്ല. വെച്ചിട്ടില്ലേ? ഞാൻ വെച്ച എഗ്രിമെന്റ് നീ പാലിച്ചില്ല, പിന്നെ ഞാൻ നിന്നെ വലിക്കുന്നത്. അങ്ങോട്ട് പോകാൻ ഇടുന്നതിന് ഇടയ്ക്കിട്ട് കൈകളൊക്കെ. ഈ അല്പനെയൊക്കെ വിളിച്ച് അത്തക്കൂടായി ഇരുന്ന് എങ്ങനെ ഇരിക്കും? ഇവരെ വിളിച്ച് നിന്നെ വിളിച്ച് ഞാൻ ഈ ഓണം കൂടാതെ എന്നെ വേണം പറയാൻ. എന്നെ വിളിച്ച് ഓണം കൂടിയത് എന്റെ വീട്ടില്. നീ തുപ്പലുണ്ട് ഒട്ടിക്കാൻ നോക്കുന്നോ? എന്താ നീ ഇവിടെ ഇട്ടേക്കുന്നോണൊക്കെ ഇറാ ചിരിച്ചില്ല, മറ്റേടത്ത് ഇട്ടേക്കുന്നത് അതേപോലെ ഇട്ട് വന്നത്. നിന്റെ കെട്ടിയൻ തന്നെയാണോ ഇത്? എനിക്ക് സംശയമുണ്ട്. എന്നാ അവളെ കാണുന്നതിന് മുമ്പ് എന്നെ ലിനി കണ്ടത്. ബിനോയെ ഞാൻ കാണുന്ന സമയത്ത് ബിനോയ് 3D മൂവിയിൽ അഭിനയിക്കുന്ന രീതിയിലാണ് വരുന്നത്. മുഖത്ത് 2 കിലോയുടെ ഫൗണ്ടേഷനും പൂച്ചക്കണ്ണുള്ള ലെൻസും ഒക്കെ വെച്ചിട്ട്. അന്ന് ഞാൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അന്ന് സൂപ്പർ സ്റ്റാർ അല്ല, ആര് പറഞ്ഞു? അന്ന് ജി പവർ ആയിരുന്നു. ജി പവർ വൈ പവർ, ജി വൈ പവർ. നസീമിന്റെ പവർ അറിയത്തില്ല? അക്ഷരക്ക് കേൾക്കണം ജി പവർ എന്ന് പറഞ്ഞാന്ന്. അങ്ങോട്ട് അവിടെ അവിടെ അവിടുത്തെ വലിയ അളവിട്ട് വലിയ വലിയ ലീഫിനകത്ത് മഞ്ഞില്ലേ? ഇതെടുത്ത് മാറ്റി. അങ്ങനെ നമ്മുടെ 2024 ഓണം ബിനോയുടെ വീട്ടിൽ പൊളി വിളിക്കുകയാണ്. അത്തപ്പൂ ഇടാൻ അറിയാൻ വയ്യാത്ത ഒരുത്തനുമായിട്ട് ഇങ്ങനെയാണോടാ ഇടുന്നത്? ഞാനല്ല,
ഇവനോട് ഞാൻ പറഞ്ഞത് ഒരു 2-3 കിലോ ജമന്തിപ്പൂ വാങ്ങിക്കാന്. അവന് പൈസ ഇല്ലെന്ന് അന്നേരം. പൈസ ഇല്ലാത്തതിന് പൈസ ഇല്ലെന്ന് തന്നെ പറയണ്ടടാ. മണി ഇല്ലായിരുന്നാ? മണി ഇല്ലായിരുന്നോ? നാണക്കേടാ. ആർക്ക്? നിനക്ക്. രഘുവിനോ? ഓ മുഖത്തെ ശൗര്യം, വീര്യം, രൗദ്ര ഭാവം. മുണ്ട് ആൾക്കാരുടെ അത് കുഴപ്പമില്ല. നീ എന്ത് കുത്തിട്ടായി? നീ ഇത്രങ്ങാനല്ലേ മുണ്ടിന്റെ അച്ഛൻ മണ്ണിൽ കിടന്ന് പോയെന്ന് പറയുമ്പോ ഇവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൻ മറ്റേതാ. ആരെ? രഘുവോ? നീ രഘുവാണോ അതോ രഘുവിനും അങ്ങനെ? ആദ്യം ആരാ ഈ വലിയ ലീഫ് ഫിനിഷ് ചെയ്യുന്നത്? ഞാനും എന്റെ ഭാര്യനെ മൊത്തപ്പൂക്കൾ ശരിക്കും വേണേ. അയ്യോ മഞ്ഞപ്പൂ തികയത്തില്ലടാ. മഞ്ഞപ്പൂ കേട്ടില്ല. ആ പൂ 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 എന്റെ പൂ കിടക്കണം മോളും. പൂ കുറവുണ്ട്. ബിനോയ് പറഞ്ഞ കറുപ്പും മണ്ണും പൂവും കൂടെ കളറായിട്ട്. കറുപ്പ് മണ്ണോ? നാസിമാമ ഇന്നെങ്കിലും തീരത്തില്ലടാ. പോട്ടെ, നിനക്കൊരു പൂ പൊളിക്കാൻ അറിയത്തില്ല. നീ ഒന്നും പറയില്ല കേട്ടാ. കേട്ടാ ഇയാള് ടി വി കണ്ടോ ഇവിടെ നിന്ന്? ഇയാൾക്ക് സുഖം ചെയ്യോ? പിള്ളേര് വരെ ആക്കാൻ തുടങ്ങി. ഇയാള് ഉറപ്പുള്ളതിന് അങ്ങനെ വരും. നിന്നെ പോയാലേ വരത്തുള്ളൂ അല്ലേ ശരി? കുണപ്പില്ലെന്നങ്ങ് പറഞ്ഞോണ്ടെന്ന്. ഇല്ലേ നമ്മള് മഞ്ഞ പേപ്പറിനകത്ത് പെയിന്റ് അടിച്ചിട്ടാണെങ്കിലും സെറ്റ് ചെയ്യും. അതെങ്ങനെ വലിയ പൂ വേണമെന്ന് പറഞ്ഞോണ്ട് ഇക്കില്ല ഇവിടെ കാണുന്നത്. മഞ്ഞപ്പൂ ഷോർട്ടായിരുന്നു, ഞങ്ങൾ അവിടെ ഓറഞ്ച് ആക്കി. ഇവനെ അറക്കിത്തരം കാണിച്ച് മഞ്ഞപ്പൂ വാങ്ങിച്ചില്ല. ഒരു കിറ്റ് മേടിച്ചാൽ മതി, അത് മതിയുടെ 2 അത്തപ്പൂക്കൾ നമുക്ക് ഇടാവുന്നു പറഞ്ഞു ഇവൻ. ഇതിപ്പോ 2 കിറ്റ് മേടിച്ചോണ്ട് 1 അത്തപ്പൂക്കളെ തികയത്തില്ല. കൂടിപ്പോയി. ലാസ്റ്റ് ക്ലിയർ. കുരുവാണോ? ഞാൻ അവിടെ മാവല വെച്ചിക്കൊണ്ടിരുന്നില്ലയോ? ഞാൻ മാവലപ്പൊടി അവിടെ നിന്ന് എടുത്തോണ്ടിരുന്നില്ലയോ? ഞാൻ അവിടെ വെച്ച സാധനം എടുത്തോണ്ടിരുന്നില്ലയോ? എടാ ഞാനവിടെ, നീ ഇത് കുത്തിക്കൊള്ളാതെ എന്റെ അല്ലേ പിടിച്ചിരുന്നു? മരവന്ത് ഇത് കാണിച്ചു വെച്ചത് നോക്കിയാ പേരല്ലേ? നിന്നെ പോലെ മരവാഴ അല്ലാതെ എന്തോ ചെയ്യും? ഇത് മര്യാദക്ക് റെഡിയാക്കാന്ന്, ഇല്ലെങ്കിൽ മുണ്ടുരിച്ചോണ്ട് ഞാൻ പോകും കേട്ടോ. സൗകര്യമില്ല, ഇത് റെഡിയാക്കിയിട്ട് പോയി പിച്ചിക്കൊണ്ടുവന്ന് കരിണ്ടാകുമ്പോ ചത്തിരിക്കല്ലേ ഇങ്ങോട്ട് മാറ്റി വെക്കത്. ഞാനാ ഒരുത്തന്നോണ്ട് നശിപ്പിച്ചിട്ട് പോയേക്കു. രണ്ടു പേർ പൂവും എനിക്ക് എടുക്കാൻ വയ്യാത്ത അത്തപ്പൂക്ക് വേണ്ട നടക്കുന്ന പരിപാടി വന്നു. അതോ ഈ പൂ കൊണ്ട് 2 അത്തപ്പൂക്കളും നമുക്ക് ഇടാന്ന്. നിങ്ങൾ 2 പേരും ഓർമ്മ, ഞങ്ങൾ 2 പേരും ഓർമ്മ. 2 അത്തപ്പൂക്കളെ പരിചയപ്പോ പൂ വലിക്കാൻ പോകുന്നത്. 2 ദൂരം പറഞ്ഞിട്ട് എന്നാ എടുത്തിട്ടോ ഓരിക്കാം. ഇത് പറഞ്ഞ മൊബൈല് കഴിഞ്ഞു. എനിക്കല്ല, രാത്രി വിനോയ് വീഡിയോ എടുക്കാതെ നോക്കുമ്പോ അശ്വതി വീഡിയോ എടുത്തത് കണ്ടില്ലേ? പേടി അശ്വതി നടക്കും. നീ പ്രസ് ചെയ്യല്ലേ അതിനകത്ത്? പ്രസ് ചെയ്യലെന്ന് ഞാൻ നേരത്തെ കൊറേ നേരം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പ്രസ് ചെയ്ത് അത്രയും കൂടി കേറ്റിടാടാ അങ്ങോട്ട്. നിങ്ങള് ഈ ടെക്നിക്ക് ലെവല് നോക്കിയിട്ട് ഇതെന്ത് നീ നടക്കണ ഒരു മണുമനാഞ്ചനെയാണല്ലോ പിടിച്ച് അത്തപ്പൂടാൻ വേണ്ടി ഏൽപ്പിച്ചത്. എന്റെ പൊന്നു പിന്നെ ഓറാക്കാത്ത നീ നിന്റെ അഭിനയം ഇച്ചിരി കൂടുതലാ. കുഴപ്പമില്ല, നീ തോട്ടിന്ന് ഊട്ടി കോളാക്കിയതല്ലേ മിണ്ടല്ലേ? അറിയാലോ ഞാൻ മറന്നു വന്നു അത് കാണാതെ. അങ്ങോട്ട് നോക്കിയത് അയാളെ നീ മുന്നിൽ കയറി എന്നിട്ട് എനിക്ക് തോട്ടിയിട്ട രാജനോണെ ഇവനെ പോലെ രാജോണെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള നിന്നെ. അയ്യോ ഷെമി, നിന്നെ കൊണ്ടുവന്നിട്ടല്ലേ നമ്മള് പടത്തിന് പോയത് വീട്ടിൽ? ലാസ്റ്റ് ഇപ്പൊ പടത്തിന് പോയാ
ഇയാളെ വിളിച്ചപ്പോ ഇയാളെ പറഞ്ഞു ഞാൻ നാണ്ട ചന്തക്കകത്തായിരുന്നു അല്ല പാല് ഇറങ്ങിക്കൊണ്ടിരിക്കാൻ നീയോ നീ എന്റെ അടുത്തോ നീ ചന്തക്കകത്താന്ന് പറഞ്ഞ രാജാവ് എണീച്ച് പോടാ നീ പാലം കേറിക്കൊണ്ടിരിക്കാന്നല്ലേ ഞാൻ പാല് ഇറങ്ങുവല്ലോ പറഞ്ഞു നീ ചന്തക്കകത്തായെന്ന് പറഞ്ഞു നീ ഇങ്ങനെ അച്ഛൻ വില ഏൽപ്പിക്കുക ഇതുമായി രണ്ടു വർത്താനം പറയണം പിന്നോട് രണ്ടാമത് നീ ഭയങ്കര മറവ് നീ ഹോസ്പിറ്റലിൽ കൊണ്ട് പാല് ഇറങ്ങുവാന്നാ പറഞ്ഞത് നീ പാലം കേറിക്കൊണ്ടിരിക്കാൻ നിന്നെ കാണുന്നില്ലല്ലോ നീ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം കേട്ടോ ഞാൻ തമാശ കേട്ടോ കാണിക്കണം സൈക്കാട്രിസ്റ്റ് അല്ല അല്ല ഇനി റെക്കോർഡ് നന്നായി ശരിയാട്ടോ നീ ഭയങ്കര മാറ്റി പറച്ചില്ല ഇവൻ ബാക്കിയെല്ലാം ഡയലോഗ് കിട്ടി ക്യാമറക്കകത്ത് ഞങ്ങളില്ലെന്നേ ഉള്ളു ചിരിക്കുമ്പോ ഫോണ് താഴെ ക്യാമറക്കകത്ത് ഇങ്ങനെ വിനോദ് ചേട്ടൻ അവലോസോടി വെച്ച കനത്തിലങ്ങോട്ട് പോവാ അവലേസോടിയുടെ കാലം ഇപ്പൊ അത്തപ്പൂവിനാ ഉള്ളത് നിങ്ങൾ പൂവിട്ടിട്ട് എന്ത് ചെയ്യും പൂ കാണാനില്ല എടാ നീ രണ്ടത്തപ്പൂക്കളം പറഞ്ഞ പോയത് പൂ കാണാനില്ല എടാ രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ഇരുന്നവരുടെ കയ്യിലിരിക്കും അത് സെറ്റ് ആവുന്നത് നിനക്കത് അറിയാൻ വയ്യാത്തിന് ഞാൻ എന്ത് ചെയ്യാന് എന്നിട്ട് ബാക്കിയുള്ള എന്തോ കനം പറഞ്ഞിരിക്കുന്നു എവിടെ സെറ്റ് ആക്കി അവിടെ കിട്ടാൻ നീയാ കള്ളം പറഞ്ഞ കാരണം ഞാൻ അടിച്ചു ഉണ്ടായിരുന്നു അവലേസോട് അന്നേരം ഉണ്ടായിരുന്നു ഇവിടെ അറിയാൻ വയ്യ രാജാ നീ എന്തോ കാണിക്കോ പേരെടുക്കുന്നു നാണമില്ല അത്തപ്പൂക്കളത്തിന് മുമ്പ് ഇന്ന് പേരെടുക്കുവാന്നോ നിനക്ക് വേറെ ഇല്ല പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് നിന്നെ പോലെ ആവാസനാണോ ഇങ്ങനെ എന്നെ പോലെ ആവാസനല്ല നീ വലിയൊരു ആവാസന എന്തുവാടാ ഊസ അത് കട്ട് ചെയ്തേരാ പണ്ട് KSRTC സ്റ്റാൻഡിലെ കാമുകനായിരുന്നു നിഷാ കാമുകൻ നേരം വെളുക്കുമ്പോ 9 മണിയാകുമ്പോ സ്റ്റാൻഡേ വരും അയ്യോ ഞാൻ ചെന്നൈ കാണുന്ന എങ്ങനെയാണെന്നറിയാ ആദ്യമായിട്ടാണെന്നറിയാ ഞാൻ നസീമായിട്ട് മൊബൈലിൽ പടം സെൻഡ് ചെയ്ത് കൊടുക്കാൻ ചുമ്മാതാ പടം സെൻഡ് ചെയ്ത് കൊടുക്കാനല്ല പെമ്പിള്ളാരെ വായി നോക്കാൻ വേണ്ടി അത് വിശ്വസിക്കത്തില്ല വീട്ടുകാരെ പറയുന്നറിയാ ഞങ്ങൾ രണ്ടുപേരും മൊബൈൽ വെക്കുന്നത് കുറെ കഴിയുമ്പോൾ ചുമ്മാതാ ഷെമി ഇവനും പറഞ്ഞിട്ടുണ്ട് നസീമും പറഞ്ഞിട്ടുണ്ട് വായി നോക്കാൻ അവിടെ പോയിരിക്കുന്നത് നാസി പറഞ്ഞിട്ടുണ്ട് നേരത്തെ വരണേ നമുക്ക് നേരത്തെ വന്നാലേ കാണാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ട് ആരെ കാണാൻ പെമ്പിള്ളാരെ എടാ പിന്നെ നിന്റെ സ്വഭാവം ഞങ്ങൾക്കില്ല നീ പണ്ട് ആഴ്ച കടയിൽ കിടന്ന് വരവേയൊക്കെ ഞങ്ങൾക്ക് അറിയാട്ടോ നിന്റെ മുന്നിൽ വെച്ചാ അവിടുത്തെ അല്ല അവിടുത്തെ ഉണ്ടായിരുന്നു കവിത കേട്ടോ അത് ഞാനത് പറഞ്ഞു നല്ല പുറം പട്ടി വാഴ വേണോ എടുത്തിയ കണ്ണിനകത്ത് എഴുതി അത്രക്കായോ നല്ല ശീലമുള്ള ചെരുപ്പ് ചെള്ളക്കടിക്ക അയ്യേ കണ്ണിനകത്ത ചെരുപ്പ് വിനോദ ചെരുപ്പ് എന്തിനാ വകിയെന്ന് കാണിച്ച് അയ്യോ ഷെബീർ വളക്കണ സാരം കണ്ട ശരി കണ്ടില്ല കേട്ടോ ഒരെണ്ണം ഇടവിട്ടാ വന്ന് വരുമ്പോ രണ്ടെണ്ണം അല്ലേ ഡി ഇവിടെ സ്ഥലം ഇവിടുന്ന് ഇട്ട് പോടി പച്ച അങ്ങനെ ഞാടെ ഒരു കളറേ ഉള്ളൂ അതൊന്ന് മാറി ഞാൻ കേട്ടോ അല്ല പച്ച വരാനേ ഉള്ളൂ താമസം ബാക്കിയെല്ലാം ആയി കിടക്കുക പച്ചയാ താമസിച്ച് വരുന്നത് നിന്നെ പോലെ ഇട്ടിട്ട് ഓടാൻ പറ്റത്തില്ല പച്ച നീ എന്തൊരു കുട്ടികളാടാ പിന്നെ ഈ പറയുന്നത് നിന്നെ പോലെ ഇട്ടിട്ട് ഓടാൻ പറ്റത്തില്ല നീ നടന്ന് ഒന്നാമത് കൊതിക്കറുള്ളോ എടുക്കണേ അത് നിന്റെ കെട്ടിയതിനുള്ളതാ അത്തപ്പൂട്ട് വെച്ചേക്ക് നോക്കി രണ്ടെണ്ണം കൂടെ കൊളമാക്കി തോട്ടി കൊളാക്കി ഞാനില്ലായിരുന്നപ്പോഴത്തെ സെറ്റ് ആക്കി നിന്റെ ഭാര്യ ഇവിടെ കണ്ടോണ്ടിരുന്നേ കണ്ണുകൊണ്ട് കേട്ടോ എന്താ നീ അത്തപ്പൂക്കളം കൊളമാക്കുന്നത് ഞാന് തോട്ടി കൊണ്ട് കുത്തി എന്നിട്ട് പറഞ്ഞേട്ടോ ഞാൻ മല പോലെ ഒരു തെണ്ടിയാണ് മുന്നിൽ കയറി അങ്ങ് നിൽക്കുക ആ വീടിന്റെ താഴെ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഇയാളെ ഇനി അല്ല വേണമല്ലോ ഒരു ഇയാളെ കൊച്ചുണ്ട് പക്ഷേ കറക്റ്റായിട്ട് എടാ ലാസ്റ്റ് ആണ് അത് വെക്കുന്നേ ഇരിക്കട്ടെ കുഴപ്പമില്ല നമ്മളെ 2024 അല്ലേ പണ്ട് വിളിയാണ് ആക്രാന്ത് ഉണ്ടായിരുന്നു മിക്സ് ചെയ്യാൻ അല്ലാതെ ചെയ്യുന്ന നേരത്തെ പറയുന്നത് ഇടുന്നോറം എടുക്കാതെ
ഒരു വായി രണ്ട് വർത്താനം പറയാൻ ഇവരെ എങ്ങനെ വിശ്വസിക്കും? പച്ച വെച്ച് വരച്ചതുകൊണ്ട് ഇപ്പൊ കളം കണ്ട ഇപ്പൊ പച്ചവശം ഇട്ട് വന്നില്ലയോടാ? നിന്റെ ഓഞ്ഞ മഞ്ഞ ഓറഞ്ച് നോക്കും. ഇവിടെ പച്ചവശം ഇട്ട് വന്നില്ലയോ? നീ ശബ്ദം ഇരിക്കരുത്. നിനക്ക് വോയിസ് ഇല്ല. വാടക്കടാ വായാടി. ഇതെന്തുവാ പുലിവേഷു? അയ്യോ എന്റെ ഫോൺ. ബിനോയുടെ ഔലൂസ് പഠിക്കുകൊണ്ട് ബിനോയ് വില വെച്ചിക്കൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും. അവിടെ ഒരു കമ്പി പോയപ്പോ ഉണ്ടോ കരണ്ടിന്റെ ആന്നേ. നേരത്തെ വവ്വാല് കൊടുക്കുന്നത് ഇരിക്കുന്നത് അന്നേനെ ഇരുമ്പമ്പി എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് വായമ്പളം വെക്കുന്ന അശ്വതി. എന്താ ഞാൻ അശ്വതിയുടെ അച്ഛനും പറയാത്ത അശ്വതി ഇരിക്കുന്നോണ്ടാ രഘു വവ്വാല് ഉണ്ടായത്. ഞാൻ രഘുവിനെ പറയണ അശ്വതിയുടെ അച്ഛനെ പറയണോ? രഘുവിനെ അങ്ങനെ എന്താ എത്ര സിമ്പിള്. ോ പച്ചയൊക്കെ പച്ചപ്പി എന്റെ മുഖം വന്ന വീഡിയോ കൊന്നു. എന്റെ ഐഡിയ അതെന്താ പറയാത്തത്? ആ സ്വയം മുങ്ങി പറയാനോ? ഇവിടെ അഭിജിത്തിലെ രഘുവിനെ അംഗീകരിക്കുന്നില്ല. ഈ ഐഡിയ നമ്മൾ നാസിക്ക് പറഞ്ഞു കൊടുത്തില്ല. നാസി ഇട്ട് വെച്ചേക്കാൻ എന്ത് ഇപ്പൊ രഘു ആയിരുന്നെങ്കിൽ അഭിജിത്ത് ആണ് ഞാൻ പറഞ്ഞ നീ ആടാ ബെസ്റ്റ് എന്ന് പറഞ്ഞത്. അവൻ വെറും അഭിജിത്ത് ബെസ്റ്റ് തന്നെയാണ്, നിന്നെക്കാളും ബെസ്റ്റ്. പക്ഷെ പട്ട തന്നെ എന്താ അവൻ മറക്കരുത്. ഈ പുലിവാശൊക്കെ ഇവിടെ കാണരുത്. ആലോചിച്ചോടി പോകുന്നതിന് മുമ്പ് സാറേ സാറേ സാമ്പാറേ സാറിന്റെ അത് വേണ്ട, അത് വേണ്ട. കയറിപ്പോ. അയ്യേ അയ്യേ അയ്യേ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഉണ്ണിക്കോടിയെടുത്തല്ലോ എന്നല്ലോ കൂട്ടുകാരെ കുടിക്കാനോ. ബാക്കി എനിക്ക് അറിഞ്ഞൂടാ, മറന്നുപോയി. പണ്ട് പാടിയതാണല്ലോ. ചെവി പാട്ട് പാടി ഞാൻ അതും പറഞ്ഞിട്ട് ഊക്കലായിരുന്നു. അതിന്റെ മതം മറന്നുപോയി. അതാ പ്രശ്നമായത്. അത്തപ്പൂളിനോണ്ടില്ല പാടണം കേട്ടോ. മജ്ജമ്മാം അതേ ഇല്ല ഓപ്പലൊക്കെ 10 ബില്ലുകളുടെ ഫോട്ടോ ഉണ്ട്. ഓപ്പലൊക്കെ 10 നമുക്ക് ഓണം അത്തപ്പൂക്കള്. ബില്ലുയുടെ അമ്മ ഒന്ന് മിക്സ് നോക്കുമ്പോ അത്തപ്പൂ ബിനോയ് അവലൂസ് ഓടി കുറച്ചിട്ട് വന്നിരിക്കുകയാണ്. ബിനോയുടെ അവലൂസ് ഓടി അടക്കം ഇതുവരെ തീർന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പച്ച എന്താണെന്നൊന്നും അറിയണമെന്നുണ്ടെങ്കിൽ കക്കേക്കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, വിട്ടുകൊടുത്തിടാം, കുഞ്ഞു കിടന്ന് കരഞ്ഞിടും, കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ നിങ്ങളുടെ കയ്യിലെ നെയ്യപ്പം, ഇല്ലതരില്ല നെയ്യപ്പം. ഞാൻ കണ്ടെടുക്കത്തില്ല. നീ അപ്പൊ നമ്മുടെ അത്തപ്പൂ അങ്ങനെ പച്ചയുണ്ടോ? പച്ചയാണോ? പച്ചയാണോടാ? അങ്ങനെ കിടപ്പുണ്ടോ നോക്കും. എന്താ പച്ചയോ? ഞാൻ പച്ച ഈ പച്ച അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം ഒരുവിധം പൂർത്തിയാകാറായിരിക്കുകയാണ്. ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിനോയുടെ പ്രയത്നം കൊണ്ട് അല്ല, ഇവനൊന്ന് പൊക്കി പറയാന്ന് വെച്ചാൽ ബിനോയുടെ പ്രയത്നം കൊണ്ട് മാത്രം നേടിയെന്നൊരു അഹങ്കാരമുണ്ട്. വെറും അഹങ്കാരം മാത്രമാണ് അത്, അങ്ങനല്ല സത്യം. എന്റെ ഒരാളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് നീ കുത്തി കൊളാക്കിയല്ലേ. ഇവിടെ നിന്റെ അമ്മായിപ്പം വന്നിട്ടൂടാ. എന്തോ ഇവിടെ ആരും വന്നിട്ടാ അവിടെ. ആണോ?
അവിടെ ഏത് കളറാണ് വരുന്നത്? വാടമല്ലി. പച്ച വരച്ചോടോ? പച്ച വരച്ചോ? വരയ്ക്കുന്നത് ഈ വെള്ളം ഇട്ടത് പച്ച വരച്ചിട്ടാണ്. വെള്ള ഇടാം, വാടാമല്ലി ഇടാൻ പറ്റത്തില്ല. അശ്വതിയിൽ ആഗ്രഹിക്കുക കൊറേ ദിവസം കൊണ്ട് എനിക്ക് തന്നോണ്ടിരുന്ന അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്ന മനസ്സിൽ. ഇതല്ല മൊത്തം കിട്ടണം എന്റെ ആഗ്രഹം. എന്നാലും എനിക്ക് തന്നതിന്റെ കിട്ടുമോ? ജിജാസ് ഇരിക്കുമ്പോഴായിരുന്നു ബിനോട് 2 കൈ ചവിട്ടി പിടിച്ചാൽ നെഞ്ചത്ത് കയറിയത്. ബിനോട് എനിക്ക് കുളിക്കാൻ പറ്റത്തില്ല. ബിനോയ്ക്ക് ആ അളവ് ഓർക്കാൻ പറ്റുന്നില്ല. ഒരു സുമാരിനെ മോദിക്കുമ്പോ 2 കൈ ചവിട്ടി നെഞ്ചത്ത് കയറിയത് പോകാൻ. വാടാമല്ലി എന്ത് എന്താണ് പട്ടി നീ ഇപ്പൊ വാടാമല്ലി നോക്കുന്നത്? അല്ല ഇവിടുന്ന് ഞാൻ ഇട്ട് ഇത് ഇട്ടില്ല. വേറെ വളം കൂടെ നിന്റെ ഉപ്പ പറ്റുമോ? അവിടെ പച്ച നീപ്പോട്ടില്ലവിടെ. ഇങ്ങോട്ട് മോളെ അല്ലെങ്കിലും മരപ്പട്ടികൾ ഇങ്ങനെ പലതും കാണിക്കും. നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകും. ഇടിയിട്ടൊന്നും കൂടെ വേണോ? അതല്ല അവരെന്താ മോളെ ചോട്ടല്ലേ? ആ പിടിച്ചു വന്നത് വേണ്ടേ? നീ മുണ്ടു അവിടെ എന്താ ബുദ്ധിമുട്ടുണ്ടോ? ദേഹമൊക്കെ ഒന്ന് അനങ്ങ്. രാവിലെ ചെറുക്കനായിട്ട് ഓടിക്കണം കേട്ടോ. എന്തിന്റെ പുറകെ? ഇല്ല പട്ട കഴിച്ചിട്ടുണ്ട്. മോൻ അതിനെ പോയി പിടിച്ചോണ്ട് വരാൻ. പണ്ട് നമ്മുടെ നാസിയാണെങ്കിലേ ചായക്കട പോവാ. സുനിലിന്റെ ചായക്കട പോകുന്ന ശരി. പക്ഷെ ചായക്കട എവിടാന്നറിയോ? മറ്റേ കുഴിത്തുറ സ്കൂളാ. ചായക്കട കുഴിത്തുറ സ്കൂളാണ്. അയ്യോ അത് കാട്ടുപള്ളി ഇവൻ കൊണ്ട് പരിചയപ്പെടുത്തിയത്. നിന്നെ പെണ്ണാണ് ഞാൻ പേടിക്കുന്നത്. അനാവശ്യം പറഞ്ഞ പട്ടി ഒരു സാധുവിനെ ഇട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞ ആൾക്കാർ കേസ് പോയാലും കണ്ടോ? അങ്ങനല്ല പറ. അത് പീഡനം എന്ന് പറയുന്നത്. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ കഴുകാനായി തുള്ളിരുന്നു. ഓണത്തിന് പടക്കം പൊട്ടിക്കട്ടെ. പടക്കം ഏതെങ്കിലും ഇതാന്ന് പൊട്ടിക്കട്ടെ. അടക്കം എന്തോ പച്ചയാണോ? ഇവിടെ എന്താ എവിടെ? നീ അവിടെ പച്ച ഇട്ട് പോട്ടെന്ന് റൗണ്ട് വരച്ചു. നീ ചെയ്ത് കട്ടി കുറച്ചു എത്രയും കട്ടിക്കുന്നോ? അപ്പൊ എല്ലാം വെച്ചിട്ടുണ്ടോ? പോയി പിച്ചടാ. ഇനി പടക്കം പൊട്ടി ഞാൻ ഒന്നും കൂടെ പൊട്ടിക്കണോ? അല്ലെങ്കിൽ സാധുക്കളെ ഉപദ്രവിക്കുന്നതിന്റെ ശീലമാണല്ലോ. ഒരു സോരി ആയാലോ? നോണം നോണം. ഓ നേരത്തെ ഒരു അടി ഞാൻ ഇങ്ങനെ തഴുകിയതേ ഉള്ളു. അവൻ അവിടെ കട്ടളക്കകത്ത് അങ്ങ് ഉറങ്ങി. ബാല്യം പകച്ചു പോയി എന്റെ ബാല്യം. Wow, amazing, fantastic, wow. ഇത് ആറുകൊണ്ട് പോയി പഠിച്ചു. ആര് ആര് നീ എന്തോന്ന്? ഈ ഡയലോഗ് എന്റെ ഡയലോഗാ. ഇറക്കി വിട്ടായിരുന്നപ്പോ ഇവരെ കേട്ടിട്ടില്ല. ഞാൻ തൊട്ട് ക്യാഷ് പിടിക്കട്ടെ. പിന്നെ അത്രയും പാവങ്ങളുടെ പച്ചപ്പ് മുണ്ട് ചവിട്ടി വരാത്തോടെ ചാടി വീഴല്ല പൊന്നം പച്ച. പോയി പിടിച്ചിട്ടുണ്ടോ? ഞങ്ങള് സൂപ്പർ സ്റ്റാർ വന്നാ പിന്നെ ശരിയാവാണ്ടിരിക്കുക. എല്ലാരും സൂപ്പർ സ്റ്റാറിന്റെ വിവരമില്ലാത്തൊരു പലതും പറയും. നമ്മളത് മൈൻഡ് ചെയ്യാൻ പോയത്. വിവരമില്ലാത്തതിന്റെ അടുത്തല്ലേ പറയണം. അത് കൊണ്ട് അത് കൊള്ളാലോ. അതിപ്പോ നീ വാ ഇവിടെ വരത്തില്ല. അവലൂസ് ഓടിക്കൊണ്ട് ഇനി വരണേ. അവലൂസ് ഓടിയുന്നുണ്ട്. ഇനി വരണേ. ഇന്നിവിടെ ഞാൻ വെള്ളടി ഇട്ടേക്കും. നീ വാ. എന്റെ ചെള്ളക്ക് തട്ടി തട്ടി രോമത്തിൽ തട്ടി. എനിക്ക് വാ വാ വാ. അമ്മ കച്ചപ്പോക്കളും കാണണ്ടായോ?
നമുക്ക് അത്തപ്പൂക്കളം കാണണ്ടായോ? ആ ചേട്ടാ ഞങ്ങൾ അത്തപ്പൂക്കളം കാണിക്കട്ടെ. കണ്ടോ 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 മതി ഒരുപാട് ജിങ്കിട്ട് ജിങ്കിട്ട് ജിങ് ജിങ്കിട്ട് ജിങ്കിട്ട് ജിങ് ജിങ്കിട്ട് ജിങ്കിട്ട് ജിങ്. ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചാൽ വന്നത് 18ാമത്തെ തടവ് ഏതാണെന്നറിയാം? അപ്പായ എങ്ങനെ നിരത്തി നിർത്തണമെന്നുള്ളത്. അപ്പാടെ രോമാഞ്ചം ചുറ്റിയതായിട്ടുള്ള 2 ഭാഗങ്ങള് വരച്ച വരെ നിർത്തേണ്ട സ്ഥലങ്ങള് ഞാൻ പഠിപ്പിച്ചത് എവിടെ എങ്ങനത്തെ രീതി കറക്കി കുത്തണമെന്ന്. വിരല് 2 ഇങ്ങനെ പിടിക്കണം നമ്മൾ. അത് നേരെ തിരിച്ച് 3ാമത്. പിന്നെ ഒന്നും കൊച്ചൊന്ന് കാണിച്ചു കൊടുക്കട്ടെ മോന്. നീ ഔദ്യോഗിക കൊണ്ട് ഇവിടെ വരുമല്ലോ, നിന്നെ ഞാനിപ്പോ ശരിയാക്കി തരാം. നീ വാ, നിന്റെ പുലിവേഷം കളയാൻ നീ വാ. അച്ഛന്റെ പുലിവേഷങ്ങളെ എന്ത് അവൻ സൂപ്പർ സ്റ്റാറാ. വാ നമുക്ക് നോക്കാം. ഞാൻ അവന് പുറകെ നിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കവർ അടിക്കത്തില്ല, നീ എടുത്തോണ്ട് പോകും. എടുത്തോണ്ട് പോവാൻ എന്റെ പോലെ പറ്റി. വായനർന്ന് പോന്നെ ചിക്കിടി 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 ചിക്കിടി. ഇതിനോടെ താറെടുക്കൽ റെഡി ആയിട്ടില്ല കേട്ടോ. അമ്മ കൂടെ തൊട്ടുണ്ട്. അച്ഛന് സൂം ചെയ്തെടുക്കുന്നു. വീണ നീ പോയി. അപ്പൊ വരട്ടെ, നമുക്ക് കൊടുക്ക കേട്ടോ. അപ്പൊ എനിക്ക് പൊട്ടിയടിയിൽ നാസി നിർത്താം, രഘുവിനെ പിടിച്ചു എന്നിട്ട് നമുക്ക് എല്ലാവർക്കും പൊട്ടുവിടാം. അല്ല അഭിജിത്ത് അത് മനോഹരിയായിരിക്കുന്നത്. മുടി വരയ്ക്കും. മുടിയോ? മുടിക്കിന് സ്ഥലമില്ലടേ. അപ്പൊ പൊട്ട അവിടെ തൊടൂടെ. അങ്ങനെ വരച്ചാൽ എന്റെ സുന്ദരി ഇപ്പൊ ഇപ്പഴാ കുളവായത്. അത് മതിയുടെ ഇവിടെ ജസ്റ്റ് സുന്ദരി നോക്ക്. എനിക്ക് തോന്നി അടങ്ങിയിരിക്കുക, ഇത് ഇടട്ടിക്കാ സമയമില്ല. ചെയ്യാതെ കുളവാകുന്നു. കൊച്ചു കൊച്ചു കൊച്ചിരിക്കുന്നു. ഇല്ല ഇല്ല, ഞാൻ അങ്ങോട്ട് കയറി, ഞാൻ അങ്ങോട്ട് ആലോചിച്ചിരുന്നത് ചെയ്തിട്ടില്ല. നീ തന്നെ ആയിരിക്കും. ഞാൻ അങ്ങോട്ട് ആലോചിച്ചാണ് കൊച്ചിനെ ചവിട്ടുന്നത്. അല്ല ഇപ്പഴും കണ്ട ഇതാക്കാൻ നേരം ചവിട്ടിയതാണ്. ഇല്ല ഞാൻ ചവിട്ടിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല.
ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ ഓണത്തിന്റെ വിശേഷമായിട്ട് നാസിം ഷമീം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് അവർക്കുള്ള സദ്യ കൊടുക്കാൻ പോവാണ്. ഓണസദ്യ ബിനോയാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിച്ചു നോക്കിയിട്ട് ഇടിയാണ് കൂടെ. എല്ലാത്തിനും കുറ്റം പറയാം. രാവിലെ തൊട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചത് അവരൊന്ന് എന്തെങ്കിലും കുറ്റം പറയാം. ചോറ് ഇതുവരെ കഴിക്കാൻ വന്നിരിക്കുക. ചോറ് മാത്രം മോശമായി പോയി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് ചോറേ മോശമായി പോയി. സാറിന് കറിയാ എല്ലാവരും പറയുന്നത് എങ്ങനെ ഉണ്ടെന്ന്. ചോറേ മോശമായി. കറി കണ്ടിട്ട് എങ്ങനെ ഉണ്ട്? കണ്ടു കാണുമ്പോൾ രുചിച്ചു നോക്കണ്ടേ. ഇപ്പൊ കഴിച്ചിട്ട് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ഒരു അഭിപ്രായം ചോദിക്കാം. അങ്ങനെ നമ്മുടെ ബിനോയ് തൊടുകറികൾ വിളമ്പുകയാണ്. കിച്ചടി വിളമ്പുന്നു. കിച്ചടിയൊക്കെ കുഴഞ്ഞായിരിക്കുന്നത്. കിച്ചടി കുഴയാതെ പിന്നെ നീട്ടിലിരിക്കുവോ? ഇങ്ങനൊന്നും അല്ല ഞാൻ കണ്ടിട്ടുള്ളത് സദ്യ തിന്നാൻ പോകുമ്പോ. കിച്ചടിയോ? കിച്ചടി പിന്നെ എങ്ങനെ ഇരിക്കുന്നത്? അതും തോടാ ബിനോയ്. ഞാനേ ഷമീസ് കിച്ചണിലെ കിച്ചൺ നോക്കി ഉണ്ടാക്കിയ കറികളാ. ഒഴുകി പോകുന്നു പൈപ്പ് തുറന്നിട്ടോ. ഇത് പച്ചടിയാ. പച്ചടി അങ്ങനെ ഒഴുകുന്നത്. ഇത്രയും വലിയ പച്ചടി അത് മതിയാ? അതെന്തോടാ ബിനോയ്? അത് സ്പെഷ്യലാ. കഴിച്ചു നോക്കിട്ട് പറയണം. അവിയലില്ല കേട്ടോ. അവിയലിന് വരുള്ളതാന്ന് മനസ്സിലായത്. എല്ലാം സ്പെഷ്യലാ. ഇനി അടുത്തത് എന്റെ സ്പെഷ്യലാ. സ്പെഷ്യൽ നമ്മള് ചിക്കനും ബീഫും ഒന്നും വാങ്ങിച്ചില്ല. അതിന് പകരമായിട്ടുള്ള സോയാബീൻ സ്പെഷ്യൽ. അതിന് പറയും സോയാബീൻ. ശർക്കര വരട്ടിയും പപ്പടവും പഴമൊന്നും ഇല്ല. ഇത് തട്ടിക്കൂട്ട്. ഇത് എന്ത് സദ്യ പറയാൻ പറ്റുമോ? തട്ടിക്കൂട്ട് സദ്യ. അയ്യോ, ചോറ് മെല്ലെ കുറച്ച് നല്ല കുത്തരി ചോറാണ്. വിതറി വീഴും. കുത്തരി അല്ല. കുറച്ച് നീ കഴിക്കൂല. ഞാൻ ചോറ് ബിനോയുടെ കോരല് കണ്ടോ ഗീസ്? എന്റെ കോരലിന് കൊടുക്കണം 5000 രൂപ. 5000 കൊടുത്താലും പോരാ. ചോറ് ഒട്ടിപ്പിടിക്കുന്നല്ലോ ബിനോയ്. അത് ചോറ് എന്തുവേടാ കൂട്ടുകാരെ. അങ്ങനെ നമ്മളെല്ലാം വിളമ്പി കൊടുത്തിട്ടുണ്ട്. കഴിച്ചോണ്ടിരിക്കുകയാണ്. ബിനോയുടെ ആദ്യം രുചി അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ. നോക്ക് സാമ്പാർ എങ്ങനെയുണ്ട്? കൊള്ളാവോ? സാമ്പാർ കുഴപ്പമില്ല. തട്ടിക്കൂട്ട് സാമ്പാർ. കൊള്ളാവോ ഇല്ലയോ? കുഴപ്പമില്ല. പച്ചടി ഇച്ചിരി നീണ്ടുപോയി. പച്ചടിയുടെ മണം മാത്രമേ ഉള്ളൂ. വെള്ളമാണ് ഇത്. മഴവെള്ളം പോലെ വായ കയ്യിലോട്ട് കിട്ടുന്നില്ല. ഇതോടെ ആക്ഷേപിക്കുന്നു. കിച്ചടിയുടെ അടുത്തെത്തിയിട്ടുണ്ടോ? അതെന്താ റോഡ് മാറിപ്പോയോ? ചക്കക്കുരു. സോയാബീനും കൊള്ളാം. കൊള്ളാമോ? ഞാൻ കഴിച്ചു നോക്ക്. കൊള്ളാമോ? കൊള്ളാം. ഒരു വേലക്കാരിയുടെ എല്ലാ ഭാവിയും ഞാൻ കാണുന്നു. ചോറ് കഴിച്ചോണ്ടിരിക്കാന്ന് ഞാൻ ഓർക്കത്തില്ലാട്ടാ. പിടിച്ച അമർത്തി തരും. എവിടെ? അങ്ങോട്ട്. കൊള്ളാം. എന്താടാ ഞാൻ രാവിലെ തൊട്ട് കേറി അടുക്കള കിടന്ന് മിതച്ചിട്ട് ഉണ്ടാക്കിയത്. എന്നിട്ട് അവൻ കുറ്റം പറയാൻ വരുന്നു. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് പായസം കൊള്ളത്തില്ലെങ്കിൽ എവിടെ കിടക്കുന്നത്. വെള്ളം കൂടി തരാം. നമ്മുടെ ഇപ്പോഴത്തെ ക്യാമറാമാൻ ആരാന്നറിയാം? നമ്മുടെ ഷെമിയാണ് ക്യാമറാമാൻ. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം എല്ലാവരും. എനിക്കിപ്പോ കുലിക്കാതിരിക്കാൻ പറ്റത്തില്ല. വാവ്. പിന്നെ സൂപ്പർ സാമ്പാർ. പൊളി സാമ്പാർ. അവള് പറയും നല്ലതാണെന്നേ പറയത്തുള്ളൂ. അങ്ങനെ പറയാനുള്ള പൊളി സാമ്പാർ. ബ്രാഹ്മൺ ഹോട്ടലിൽ കിട്ടുന്ന സാമ്പാർ. നേരത്തെ അകത്ത് മോട്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊള്ളാമെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങളുടെ അത്തപ്പൂക്കളം ഇട്ട് തീർന്നിരിക്കുകയാണ്. ഞങ്ങള് 2024 ഓണം ഞങ്ങള് പേരുടെ കഷ്ടപ്പാട് അങ്ങനെ ഇവിടെ ബലം കണ്ടിരിക്കുന്നു. അപ്പം അത്തപ്പൂക്കളം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം.
ഞങ്ങളുടെ എന്താ പറയുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളായിരുന്നു. ആ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയാണ്. ഷെമിയുടെ ഒരു ചെറിയ ബുദ്ധിയാണ് ഈ പച്ച ലൈനെല്ലാം ഇട്ട് ഫിനിഷ് ചെയ്തത് സൂപ്പർ സ്റ്റാർ ബിനോയ് ആണെങ്കിലും അതിന്റെ ഒരു ചെറിയൊരു പോയിന്റ് ഷെമിക്കുണ്ട്. സൂപ്പർ സ്റ്റാർ ജോക്കർ ജോക്കറിന്റെ കണ്ടോ ജോക്കറിന് താണം വന്നു. അപ്പോ ഞങ്ങളുടെ ഒരു ചെറിയ ഓണമാണിത്. അപ്പൊ ഞങ്ങളുടെ ഒരു കൊച്ചു കുടുംബത്തിലെ ഓണമാണിത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള തുടർന്നും വീഡിയോസിന് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. ബൈ ബൈ.